നമ്മുടെ 2026 ലാബ് എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇത് ഫസ്റ്റ് ലാബ് വാല്യൂസ് ഓഫ് ഫംഗ്ഷൻ. ഇപ്പം നമ്മുടെ ലാബ് എക്സാമിന് മൊത്തം 6 ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള 12 ലാബിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 6 ക്വസ്റ്റ്യൻസിൽ 4 നമ്മൾ ആൻസർ ചെയ്യണം. മസ്റ്റായിട്ട് ആൻസർ ചെയ്യുമ്പോൾ ഇവിടെ ഹെഡിങ്ങിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയറിലെ ആണോ സെക്കൻഡ് ഇയറിലെ ആണോ എന്ന്. മസ്റ്റായിട്ട് ഒരെണ്ണം ഫസ്റ്റ് ഇയറിൽ നിന്നും ഒരെണ്ണം സെക്കൻഡ് ഇയറിൽ നിന്നും ഉണ്ടായിരിക്കണം. ബാക്കി രണ്ടെണ്ണം നമുക്ക് ഇഷ്ടമുള്ളത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ മോഡൽ എക്സാമിന് തന്നെ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പാറ്റേൺ എക്സാക്ട്ലി സെയിം ആണ്. ആദ്യം ഒരു അപ്ലറ്റ് കൺസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് റൂട്ട് എക്സ് ആയിട്ട് മാറി. ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ആയിരുന്നപ്പോൾ 2.3 സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ റൂട്ട് എക്സ് ആയപ്പോൾ റൂട്ട് 3.4ൻ്റെ വാല്യൂവിലേക്ക് പോയി. സെക്കൻഡ് വരുന്നത് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. ഇവിടെ കോസ്, ഇവിടെ സൈൻ വന്നു. പിന്നെ ഇവിടെ ഒരു പവർ വരുന്ന രീതിയിലുള്ള ഫംഗ്ഷനാണ്. ഇവിടെയും ആ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വിസിബിളായിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി മാക്സിമം 8 മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. ഈ 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്താലും നമ്മുടെ ബെസ്റ്റ് 8 എടുക്കുകയുള്ളൂ. അതായത് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്, ബാക്കിയുള്ളത് ചെയ്തത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ലാബിലേക്ക് പോകാം. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 1 വാല്യൂസ് ഓഫ് ഫംഗ്ഷൻസ് ഫസ്റ്റ് ഇയറിന് ഹെഡിങ് കൊടുക്കുക. ആൻസർ പേപ്പറിൽ കൊടുത്തിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൻ ബിലോ ആൻഡ് കൺസ്ട്രക്ട് ജിയോജിബ്ര അപ്ലെറ്റ്. ഒരു ജിയോജിബ്ര അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റെപ്സ് നമ്മൾ അതുപോലെ ഫോളോ ചെയ്താൽ മതി. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം, വെറുതെ എക്സ് സ്ക്വയർ എന്ന് കൊടുത്താലും മതി. കാരണം ഇപ്പം നമ്മളിവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ കൊടുക്കുന്നത് എക്സ് ക്യാപ്പ് 2. എക്സ് സ്ക്വയർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ പുറകെ വേറൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എക്സ് ക്യൂബ് കൊടുക്കുകയാണെങ്കിൽ അത് ജി എന്ന് പറഞ്ഞിട്ട് വരുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഓർഡറിങ്, എഫ് ജി. ഇനി അടുത്തത് കൊടുക്കുകയാണെങ്കിൽ എച്ച് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് വേണ്ട, നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കൊടുത്തു. ഇവിടെ അതിൻ്റെ ഇൻപുട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്, എക്സ് ക്യാപ്പ് 2. രണ്ടാമത് ക്രിയേറ്റ് സ്ലൈഡർ എ വിത്ത് മിനിമം -10 മാക്സിമം 10 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.1. ഇവിടെ സ്ലൈഡർ ടൂളുണ്ട്. അവിടെ സ്ലൈഡർ എടുക്കുക. എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എക്കാണ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മിനിമം -10 മാക്സിമം 10 ഇൻക്രിമെൻറ്റ് 0.1. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് നമ്പർ സ്ലൈഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എ ആണ്. മിനിമം -10 കൊടുക്കുക, മാക്സിമം 10 കൊടുക്കുക, ഇൻക്രിമെൻറ്റ് 0.1. ഓക്കെ, അടുത്തത് പ്ലോട്ട് ദ പോയിൻറ്റ്സ് എ ഈസ് ഈക്വൽ ടു a, 0, ബി ഈസ് ഈക്വൽ ടു a, f of a, സി ഈസ് ഈക്വൽ ടു 0, f of a. ഈ എ ബി സി എന്ന് പറയുന്ന പോയിൻറ്റ്സ് നമ്മൾ 1 by 1 ആയിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ a, 0, b is equal to ബ്രാക്കറ്റിൽ a, f of a. അടുത്ത ക്യാപിറ്റൽ c is equal to ബ്രാക്കറ്റിൽ 0, f of a. 3 പോയിൻറ്റ്സ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ്സ് എ ബി ആൻഡ് ബി സി. എ ബിയും ബി സിയും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളുടെ സ്ലൈഡർ ടൂൾ ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഈ ബോക്സ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ മൂവ് എടുത്താൽ മതി. ഇനി ഈ ലൈൻസ് വരയ്ക്കാനായിട്ട് ഇവിടെ ലൈൻ ടൂളുണ്ട്. അതിനകത്ത് സെഗ്മെൻറ്റ് എടുക്കുക. എയിൽ ക്ലിക്ക് ചെയ്യുക, ബിയിൽ ക്ലിക്ക് ചെയ്യുക, ബിയിൽ ക്ലിക്ക് ചെയ്യുക, സിയിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഡീആക്ടിവേറ്റ് ചെയ്ത് ഇട്ടേക്കുക. ഓക്കെ, ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. അപ്പോൾ ഫംഗ്ഷനും ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം, സ്ലൈഡറിനും ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. 2 ഇൻപുട്ട് ബോക്സസ് ലാബ് 1 നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷനും ഒന്ന് സ്ലൈഡറിനും. അപ്പോൾ ഇവിടെ സ്ലൈഡർ ടൂളിൻ്റെ അകത്ത് തന്നെ ലാസ്റ്റായിട്ട് ഇൻപുട്ട് ബോക്സ് കിടപ്പുണ്ട്, അതെടുക്കുക. നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ ബോക്സ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എഫിനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ പേര് എഫ് എന്ന് കൊടുത്തു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ്
നമ്മുടെ സൈഡിൽ ആരൊക്കെ കിടപ്പുണ്ടോ ആ കംപ്ലീറ്റ് ലിസ്റ്റ് ഇവിടെ വരും. നമുക്ക് എഫിനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് കൊടുക്കുക. ഓക്കെ, അതായത് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ബോക്സാണിത്. അപ്പോൾ അതുമായിട്ട് വേണം നമ്മൾ ലിങ്ക് ചെയ്യാനായിട്ട്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻപുട്ട് ബോക്സ് എന്ന് പറയുന്ന ടൂൾ ഇവിടെ ഓൾറെഡി ആക്റ്റീവാണ്. അപ്പോൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇത് ചോദിക്കും. നമുക്കിവിടെ എയ്ക്കാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എ. സ്ലൈഡറിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത് എ = 1 എന്ന് പറയുന്ന ആളെയാണ്. ഓക്കെ, നമുക്ക് 2 ബോക്സസ് കിട്ടി. ഈ 2 ബോക്സസ് യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ലാബ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് കൺസ്ട്രക്റ്റഡ് ദ അപ്ലെറ്റ് അല്ലെങ്കിൽ അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതുക. അത്രയും ചെയ്യുമ്പോൾ നമുക്ക് 3 മാർക്ക് കിട്ടും. അടുത്തത് ഈ അപ്ലെറ്റ് യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂസിങ് ദ അബോവ് അപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2.3 സ്ക്വയർ. 2.3 സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 2.3 സ്ക്വയർ എക്സ് സ്ക്വയറുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ 2.3 സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫംഗ്ഷൻ എക്സ് സ്ക്വയർ കൊടുക്കുക, എന്നിട്ട് വാല്യൂ ആയിട്ട് 2.3 കൊടുക്കുക. അതായത് ഇവിടെ ഓൾറെഡി ഫംഗ്ഷൻ എക്സ് സ്ക്വയർ കിടപ്പുണ്ട്. വാല്യൂ ആയിട്ട് നമ്മൾ 2.3 ഇട്ട് കൊടുത്താൽ മതി. എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പം 2.3 എന്ന് പറയുന്ന വാല്യൂ എക്സ് സ്ക്വയറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ 2.3 സ്ക്വയർ വരും. അതിന് ആൻസർ നമ്മൾക്ക് കിട്ടുന്നത് ഈ ബിയുടെ വൈ കോർഡിനേറ്റിൽ നിന്നാണ്. 2.3 എന്ന് പറയുന്ന വാല്യൂ എക്സ് സ്ക്വയറിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബിയുടെ വൈ കോർഡിനേറ്റ് ആയിട്ട് 5.29 കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾ എപ്പോഴും ആൻസർ കിട്ടാനായിട്ട് ബിയുടെ വൈ കോർഡിനേറ്റിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ആൻസർ, ചേഞ്ച് ദ സ്ലൈഡർ വാല്യൂ ടു 2.3, then 2.3 square is equal to 5.29 from the y coordinate of B or C. അടുത്തത്, യൂസിങ് the above applet find the approximate value of cos 4.4. cos 4.4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇവിടെ ഫംഗ്ഷനും ബോക്സ് ഉണ്ട്, വാല്യൂനും ബോക്സ് ഉണ്ട്. ഫംഗ്ഷനായിട്ട് ആരെ എടുക്കണം? cos x എടുക്കുക, വാല്യൂ ആയിട്ട് 4.4നെ എടുക്കുക. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ബോക്സിൽ cos x എന്നും വാല്യൂ ബോക്സിൽ 4.4 എന്ന് കൊടുക്കുക. ഫംഗ്ഷൻ മാറ്റുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ ഗ്രാഫും നമുക്ക് വിസിബിളാണ്. ഇത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിവിടെ വാല്യൂ കിട്ടും. ബിയുടെ വൈ കോർഡിനേറ്റ് തന്നെ നോക്കിയാൽ മതി. ഫംഗ്ഷൻ മാറിയിട്ടുണ്ട്, വാല്യൂ മാറിയിട്ടുണ്ട്. ബിയുടെ വൈ കോർഡിനേറ്റാണ് കോസ് 4.4. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് ചെയ്തു? ചേഞ്ച് ദ ഫംഗ്ഷൻ ടു കോസ് എക്സ്, ചേഞ്ച് ദ സ്ലൈഡർ ടു 4.4, then cos 4.4 is equal to minus 0.31 from the y coordinate of B. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 3:1.3 ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. അപ്പോൾ നമുക്കിവിടെ 2 ബോക്സസ് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ഫംഗ്ഷനും വേണം, ഒരു വാല്യൂവും വേണം. അപ്പോൾ നമുക്ക് 3x ആയിട്ട് ഫംഗ്ഷനെയും വാല്യൂ ആയിട്ട് 1.3നെയും എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഫംഗ്ഷനായിട്ട് കൊടുക്കുന്നത് 3x. 3x കൊടുക്കുക, വാല്യൂ ആയിട്ട് 1.3 കൊടുക്കുക. 1.3 എൻ്റർ ചെയ്യാം. ഓക്കെ, എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ബിയുടെ വൈ കോർഡിനേറ്റ് ആയിട്ട് കിട്ടുന്നത് 4.17 ആണ്. അതായത് 1.3 എന്ന് പറയുന്ന വാല്യൂ എക്സിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ 3:1.3 is equal to 4.17. ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുക, വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ചേഞ്ച് ദ ഫംഗ്ഷൻ ടു 3x, ചേഞ്ച് ദ സ്ലൈഡർ ടു 1.3, then 3:1.3 is equal to 4.17 from the y coordinate of B or C. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇതിനെ 3x എന്ന് എടുത്ത സ്ഥാനത്ത് x⁻1.3 എന്ന ഫംഗ്ഷൻ എടുത്തിട്ട് വാല്യൂ 3 ആയിട്ട് കൊടുത്താലും മതി. അതായത് x⁻1.3 എന്ന് കൊടുത്തിട്ട് വാല്യൂ ആയിട്ട് 3 കൊടുത്താലും മതി. അങ്ങനെ കൊടുക്കുമ്പോഴും നമുക്ക് 4.17 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ലാബാണ്. ഫസ്റ്റ് ലാബ് വാല്യൂസ് ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിന് തന്നെ ഒരു ഓൾട്ടർനേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കുള്ളതിൻ്റെ അകത്ത് നമുക്ക് അപ്ലറ്റ് കൺസ്ട്രക്ഷൻ്റെ ഇവിടെ എക്സ് സ്ക്വയറിന് പകരം പറഞ്ഞിരിക്കുന്നത് √x ആണ്. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക, 3 പോയിൻറ്റ്സ് കൊടുക്കുക, ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുക, 2 ഇൻപുട്ട് ബോക്സസ് ക്രിയേറ്റ് ചെയ്യുക. √3.4ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ √x അവിടെ ഫംഗ്ഷൻ ബോക്സിലുണ്ടാവും, വാല്യൂ ബോക്സിൽ 3.4 ഇട്ട് കൊടുത്താൽ മതി. ഇനി sin 7.7 കിട്ടാനായിട്ട് ഫംഗ്ഷൻ ബോക്സിൽ sin x വാല്യൂ ബോക്സിൽ 7.7 ഇട്ട് കൊടുത്താൽ മതി.
മൂന്നാമത്തെ പ്രോബ്ലം ചെയ്യാനായിട്ട് ഫംഗ്ഷൻ ബോക്സിൽ 3x വാല്യൂ ബോക്സിൽ 4.4 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ബിയുടെ y കോർഡിനേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ബിയുടെ y കോർഡിനേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഇതിനകത്തൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇപ്പം നമുക്ക് ഈ സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് കോസ് 4.4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. കോസ് 4.4ൻ്റെ വാല്യൂ -0.31 ആണെന്ന് നമുക്ക് കിട്ടി. അത് നമുക്ക് കിട്ടിയത് കോസ് എക്സ് ഫംഗ്ഷൻ ബോക്സിലും വാല്യൂ ബോക്സിൽ 4.4 ഇട്ട് കൊടുത്തപ്പോഴായിരുന്നു. കോസ് എക്സ് ഫംഗ്ഷൻ ബോക്സിലും 4.4 വാല്യൂ ബോക്സിൽ ഇട്ട് കൊടുത്തപ്പോഴായിരുന്നു നമുക്കത് കിട്ടിയത് 0.31. ചില കുട്ടികൾ ചെയ്യാറുണ്ട്, ഒറ്റ ബോക്സിൽ ഈ ഡയറക്റ്റ് വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കും. കോസ് 4.4 ഡയറക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴും കണ്ടു നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇത് എററാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, നേരത്തെ നമുക്ക് കോസ് എക്സിൻ്റെ ഗ്രാഫ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ ബോക്സ് യൂസ് ചെയ്തിട്ടല്ല നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്, 2 ബോക്സ് യൂസ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ്.